ഹലോ, ഇന്ന് നമുക്ക് വീണ്ടും ഒരു സ്മിറ്റൻ ബോക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ട്രൂ എലമെൻസിൻ്റെ ഒരു പില്ലോ പാക്കറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും അതുപോലെ തന്നെ സീഡ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി കോംബോ പാക്കാണ് കേട്ടോ. അതായത് കുറേ സീഡ്സ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഓട്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്മിറ്റന്ന് കഴിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ട്രൂ എലമെൻറ്റ്സ് നമുക്കറിയാലോ, നല്ല ബ്രാൻഡാണ്, അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഭയങ്കര മധുരം അങ്ങനെയൊന്നുമില്ല, ഒരു ഡീസൻ്റ് ആയിട്ടാണ്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് നമ്മൾ അധികം ടേസ്റ്റ് പ്രതീക്ഷിക്കാൻ പറ്റൂല, എന്നാലും നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു ട്രയൽ പോയിൻ്റ് ആണ്. അടുത്തത് ഈ ഒരു കളർ ബാറിൻ്റെ കാജലാണ് കേട്ടോ. ഇത് ശരിക്കും ഞാൻ സ്മിറ്റലിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. കാരണം ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാജലാണ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയ ഉടനെ ഞാനിത് ഫുൾ സൈസ് പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ. അതായത് ഇത് ട്വിസ്റ്റ് ചെയ്ത് ഫുള്ള് പുറത്തേക്ക് എടുത്ത് നോക്കി. അപ്പോൾ ഇതൊരു ഫുൾ സൈസ് പ്രോഡക്റ്റ് ആണ്. പിന്നെ 170 രൂപ MRP വരുന്നൊരു കാജലാണ് കേട്ടോ ഇത്. അതാണ് നമുക്ക് വെറും 5 സ്മിറ്റൻ ട്രയൽ പോയിന്റിന് സ്മിറ്റന്ന് കിട്ടുന്നത്. കണ്ടോ, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, അതുപോലെ തന്നെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാജലാണ് കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഒരു പ്രോഡക്റ്റ് ഒരു തവണ മാത്രമേ സ്മിറ്റന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഒരു 4-5 തവണ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു 4-5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടാവായിരുന്നു. പിന്നെ അടുത്തത് പ്ലമ്മിൻ്റെ ഈ ഒരു ബോഡി ബട്ടറാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുന്നേ സ്മിറ്റന്ന് എംകഫിയുടെ ബോഡി ബട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും മിനി സൈസ് പ്രോഡക്റ്റ് ആയിരുന്നു. ഇതും മിനി സൈസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിന് ഒരു ട്രയൽ പോയിൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് നല്ല അടിപൊളി വാനിലയുടെ സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്കിങ്ങനെ മിനി സൈസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ട് നടക്കും ചെയ്യാം. അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കൈക്ക് ചെറുതായിട്ട് സ്മെല്ലൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കെടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗിൽ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഹെർബിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ബീട്രൂട്ട് ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അതായത് മീഡിയം ടു ഡസ്കി സ്കിൻ ടോണുള്ള ആളുകൾക്ക് നല്ലൊരു ന്യൂഡ് ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ നല്ല ക്രീമി ഫോമുലയാണ്, നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓവർ ഡ്രൈ ആക്കുന്നൊന്നുമില്ല കേട്ടോ. നല്ല എന്താ പറയുക, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇത് 400 സംതിങ് MRP വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് വെറും 6 ട്രയൽ പോയിന്റിന് സ്മിറ്റന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്മിറ്റലിൽ ആകെപ്പാട് നമുക്ക് 6 ട്രയൽ പോയിന്റ് അല്ല കിട്ടുകയെന്ന്. അതായത് സ്മിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ട്രയൽ പോയിന്റ് ഡബിൾ ആക്കുന്ന ഓഫർ വരും കേട്ടോ. ആ ടൈമിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 12 ട്രയൽ പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ കൂടുതൽ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം. പിന്നെ സ്മിറ്റൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.